വയനാട് എം പി രാഹുലിന് തിരിച്ചടി. അമിത്ഷായ്ക്കെതിരായ പരാമർശത്തിൽ രാഹുലിനെതിരെ നടപടി തുടരും. മാനനഷ്ട കേസിലെ നടപടികൾ റദ്ദാക്കണമെന്ന രാഹുലിന്റെ ആവശ്യം ജാർഖണ്ഡ് ഹൈക്കോടതി തള്ളി. CG ഉമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, പറഞ്ഞത് വീണ്ടും തിരിച്ചടിയാവുകയാണോ രാഹുലിന്? ആദ്യമായല്ല ഇത്തരത്തിൽ രാഹുലിന് വായിൽ നിന്ന് വീണുപോകുന്ന കാര്യങ്ങൾക്ക് കോടതി കയറി ഇറങ്ങേണ്ടത്. നിരവധി തവണ നേരത്തെ RSSനെതിരെ ഉൾപ്പെടെയുള്ള രാഹുലിന്റെ പ്രതികരണങ്ങൾ കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടായിട്ടുണ്ട്. നിരവധി തവണ ഇത്തരത്തിൽ കോടതികളിൽ നിന്ന് തിരിച്ചടി ലഭിച്ച ഒരു നേതാവ് കൂടിയാണ് വയനാട് MP ആയ രാഹുൽ. 2018 AICCയുടെ ഒരു പ്ലീനറി യോഗത്തിലാണ് അന്ന് BJP ദേശീയ അധ്യക്ഷനായ അമിത്ഷായെ നരാധമൻ എന്ന് കൊലയാളി എന്ന് അഭിസംബോധന ചെയ്തത്. ഇതിനെതിരെയാണ് നിരവധി ഇടങ്ങളിൽ BJP നേതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. സമാനമായ കേസ് നേരത്തെ ഉത്തർപ്രദേശിലും ഉണ്ടായിരുന്നു. അതുകൂടാതെയാണ് ജാർഖണ്ഡിലും ഈ സമാനമായ രീതിയിൽ പരാതി നൽകിയത്. എന്നാൽ ഈ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. കോടതി നടപടികൾ പുരോഗമിക്കുമ്പോൾ രാഹുലിന് തന്റെ ഭാഗം പറയാം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇപ്പോൾ ഹർജി തള്ളിയത്. മാത്രമല്ല നിയമ നടപടികൾ രാഹുൽ നേരിടേണ്ടി വരുമെന്ന കോടതി നിരീക്ഷണവും ഇന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ CG ഉമേഷ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് നേരത്തെയും പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. കാരണം മോദി പരാമർശമൊക്കെ തന്നെ നമുക്കറിയാം. സുപ്രീം കോടതി വരെ പോവുക സാഹചര്യമുണ്ടായി. MP സ്ഥാനം നഷ്ടപ്പെട്ടു. അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരാളെ പോലും വേദനിപ്പിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്നാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുക തന്നെയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും രജനി സൂചിപ്പിച്ച പോലെ തന്നെ രാഹുലിന്റെ ഇങ്ങോട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ സുപ്രധാനമായ പങ്ക് വഹിക്കാൻ തുടങ്ങിയ സമയം മുതൽ ഇങ്ങോട്ടുള്ള രാഹുലിന്റെ പരാമർശങ്ങൾ നോക്കിയാൽ അത് കൃത്യമായി മനസ്സിലാക്കാം. ഓരോ തിരഞ്ഞെടുപ്പിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ BJP നേതാക്കളെയും ഒക്കെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിൽ രാഹുൽ ഒരു പ്രത്യേക താല്പര്യം കാണിക്കാറുണ്ട്. ഇത്തരം പരാമർശങ്ങളൊക്കെ പലപ്പോഴും കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയിലേക്ക് പോകാറുണ്ട്. രജനി സൂചിപ്പിച്ച പോലെ തന്നെ മോദി പരാമർശവും ഒപ്പം RSSന്റെ ചില നേതാക്കന്മാരെയൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ അതോടൊപ്പം പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ചില പരാമർശങ്ങൾ അന്ന് BJP ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷായെ കൊലയാളി എന്ന് വിളിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗങ്ങൾ, ഇങ്ങനെ നിരവധി ഇത്തരം പൊതുവേദികളിൽ മൈക്ക് കണ്ടാൽ രാഹുൽ സ്വയം മറന്ന് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ഒരു തുടർക്കഥയായി ഇങ്ങനെ വരികയാണ്. ഏറ്റവും അവസാനത്തേതാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കണ്ട മോദി പരാമർശം. ഇത് ഇപ്പോൾ കോടതി പരിഗണിച്ച കേസ് 2018 അന്ന് BJP ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷായ്ക്കെതിരെയാണ് ഇത്തരം പരാമർശം നടത്തിയത്. അങ്ങനെ BJPയുടെയും ഒപ്പം സംഘപരിവാറിലെ വിവിധ നേതാക്കന്മാരെയും ഒക്കെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് രാഹുൽ ഇങ്ങനെ തുടർക്കഥയാക്കി മുന്നോട്ട് പോവുകയാണ്. കോടതിയിൽ പോയി മാപ്പ് പറയേണ്ട സാഹചര്യം വരെ രാഹുലിന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും തിരുത്താൻ തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ കോടതിയിൽ തനിക്കെതിരായ നിയമ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ നൽകിയ ഹർജിയാണ് ജാർഖണ്ഡ് ഹൈക്കോടതി തള്ളുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ വാദിഭാഗത്തിന് അനുവാദം നൽകുകയും ചെയ്തത്. ശരി, വയനാട് MP രാഹുലിന് തിരിച്ചടി. അമിത്ഷായ്ക്കെതിരായ പരാമർശത്തിൽ രാഹുലിനെതിരെ നടപടി തുടരും. മാനനഷ്ട കേസിലെ നടപടികൾ റദ്ദാക്കണമെന്ന രാഹുലിന്റെ ആവശ്യം ഇപ്പോൾ ജാർഖണ്ഡ് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. CG ഉമേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.